പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. നിങ്ങളായിരിക്കുന്നിടങ്ങളിൽ അതിശക്തമായ അഭിഷേകം സ്വീകരിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ്. കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുക. ഇതാ പത്രോസ് ലീഹ നമ്മളെ ഓരോരുത്തരെയും പഠിപ്പിക്കുകയാണ്. 1 പത്രോസ് 3-ാം അധ്യായം 9-ാം തിരുവചനം. തിന്മയ്ക്ക് തിന്മയോ നിന്ദനത്തിന് നിന്ദനമോ പകരം കൊടുക്കാതെ അനുഗ്രഹിക്കുവിൻ. അനുഗ്രഹം അവകാശമാക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണല്ലോ നീ. ഓരോ വ്യക്തിയും ഈ സമയം ഉള്ളിന്റെ ഉള്ളിൽ ഇതൊരു വലിയൊരു ബോധ്യമായി സ്വീകരിക്കുക. എനിക്കൊരു വിളിയുണ്ട്. ഇത് സാധാരണപ്പെട്ട ഒരു വിളിയല്ല. മറ്റുള്ളവർക്ക് അനുഗ്രഹമാവാൻ, എൻ്റെ ജീവിതം എനിക്ക് തന്നെ അനുഗ്രഹമാവാൻ ഇതാ ദൈവം എന്നെ വിളിച്ചിരിക്കുകയാണ്. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തർക്കും ലഭിക്കുന്ന വലിയൊരു ബ്ലെസ്സിംഗ് ആണിത്. സാധാരണക്കാർക്കുള്ളതല്ല, മറിച്ച് അസാധാരണമായ ഒരു കൃപയുടെ ശുശ്രൂഷയാണ്. ഈ ശുശ്രൂഷയിൽ നീ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നീ അസാധാരണമായ ഒരു കൃപ സ്വീകരിക്കുന്ന വ്യക്തിയാണ്. നിന്നെ കർത്താവിന് അത്രമേൽ ഇഷ്ടമാണ്. അതുകൊണ്ടാണ് നീ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നത്. നിന്റെ ജീവിതത്തിൽ കർത്താവ് അത്ഭുതകരമായി ഇടപെടാൻ ആഗ്രഹിക്കുന്നു. എന്റെ സഹോദര സഹോദരി, നീ ആരുമായിക്കൊള്ളട്ടെ, ഒരുപക്ഷെ നീ ചിന്തിക്കും, ഞാൻ ഇങ്ങനെ ഒരു എക്സ്ട്രാ ഓർഡിനറി പേഴ്സൺ അല്ലല്ലോ, അത്രമേൽ അസാധാരണക്കാരനല്ലല്ലോ, ഞാനൊരു സാധാരണക്കാരനല്ലേ, എന്റെ ജീവിതത്തിൽ എന്താണ് ഇത്രമേൽ ദൈവത്തിന് എന്നെ ഇഷ്ടപ്പെടാൻ കാരണം? എന്റെ സഹോദര സഹോദരി, നീ ആരാണോ, നിന്റെ ജീവിതം എന്താണോ, അത് നന്നായി അറിയുന്നവനാണ് നിന്റെ ദൈവം. ആ ദൈവം നിന്നോട് പറയുന്നു, നീ അസാധാരണമായ ഒരു കൃപയ്ക്ക് അവകാശം ലഭിച്ചിരിക്കുന്ന വ്യക്തിയാണ്. ഇപ്പോൾ ഈ ശുശ്രൂഷ സമയത്ത് ആ അവകാശം സ്വന്തമാക്കി സ്വീകരിക്കുക. ഞാൻ അനുഗ്രഹം അവകാശമാക്കുവാൻ വിളിക്കപ്പെട്ട വ്യക്തിയാണ്. ഞാൻ നിസ്സാരക്കാരനല്ല. എന്നിലൂടെ അനേകർ അനുഗ്രഹം പ്രാപിക്കപ്പെടേണ്ടതുണ്ട്. ഓരോ വ്യക്തിയും ചിന്തിക്കുക, എന്നിലൂടെ എൻ്റെ വീട്ടിൽ അനുഗ്രഹം പ്രാപിക്കപ്പെടേണ്ടതുണ്ട്, എന്നിലൂടെ എൻ്റെ ജോലി സ്ഥലത്ത് അനുഗ്രഹം പ്രാപിക്കപ്പെടേണ്ടതുണ്ട്, എന്നിലൂടെ എൻ്റെ സൗഹൃദ വലയങ്ങൾ, എൻ്റെ ഇടവക കൂട്ടായ്മ, ഞാൻ ഇടപെടുന്ന ഓരോ കാര്യങ്ങളിലും അനേകർ അനുഗ്രഹം പ്രാപിക്കപ്പെടേണ്ടതുണ്ട്. എന്നാൽ ഏതെങ്കിലും തരത്തിൽ ആ അനുഗ്രഹം അനുഭവിക്കാൻ പറ്റാതെ നീ ഏതെങ്കിലും തരത്തിൽ അസ്വസ്ഥപ്പെടുന്നുണ്ടെങ്കിൽ, ഒരു പക്ഷേ തിന്മയ്ക്ക് പകരം തിന്മയും നിന്ദനത്തിന് പകരം നിന്ദനവും കൊടുത്തത് കൊണ്ടല്ലേ ഇന്ന് നിന്റെ പല അസ്വസ്ഥതകളും? ഈശോയ്ക്ക് മുമ്പിൽ അത് സമർപ്പിക്കുക. ഈ സമയം പ്രാർത്ഥിക്കുമ്പോൾ അനേകം ഇന്നലകളിലെ ഓർമ്മകൾ നിന്റെ മനസ്സിൽ പരിശുദ്ധാത്മാവ് കൊണ്ടുവരും. ഇവിടെ പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരുടെ ഉള്ളിൽ ചില ഓർമ്മകൾ പരിശുദ്ധാത്മാവ് കൊണ്ടുവരും. എന്തിനെന്നറിയോ? അത് നിന്നെ നശിപ്പിക്കാനുള്ളതല്ല, മറിച്ച് നിന്റെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. ചില ഓർമ്മകൾ, പ്രത്യേകിച്ച് നിന്നെ വിഷമിപ്പിച്ച ചിലര്, ഓർത്ത് നോക്കിക്കേ. നിന്നെ ചിലര് വാക്കുകൾ കൊണ്ട് വിഷമിപ്പിച്ചിട്ടില്ലേ? ഒരുപക്ഷെ നിന്റെ പ്രാർത്ഥനാ ജീവിതത്തെ തന്നെ മറ്റുള്ളവർ കളിയാക്കിയിട്ടില്ലേ? നീ പ്രാർത്ഥിച്ചിട്ട് എന്ത് ഗുണം, നീ ഇങ്ങനെ പ്രാർത്ഥനാ ശുശ്രൂഷയ്ക്ക് പോയിട്ട് എന്ത് കാര്യം എന്നിങ്ങനെ പറഞ്ഞ് മറ്റുള്ളവരുടെ മുമ്പിൽ നിന്നെ കളിയാക്കിയിട്ടുണ്ടാവും. വാക്കുകൾ കൊണ്ട് നിന്നെ വേദനിപ്പിച്ചിട്ടുണ്ടാവും. നിനക്ക് എന്ത് കഴിവുണ്ട്, നിന്റെ ജീവിതം ഇങ്ങനെയാണല്ലോ എന്ന് പറഞ്ഞ് നിന്റെ ജീവിതത്തെ മറ്റുള്ളവരുടെ മുമ്പിൽ പരിഹസിച്ചിട്ടുണ്ടാവും. പലതരത്തിൽ നീ ഒറ്റപ്പെട്ടിട്ടുണ്ടാവും. നിന്റെ വീട്ടിൽ നീ ഒരുപക്ഷെ വല്ലാണ്ട് വീർപ്പ് മുട്ടി ഒറ്റപ്പെടുന്ന അസ്വസ്ഥതയുടെ ഭാഗങ്ങൾ ഉണ്ടാകും. സമർപ്പിക്കൂ. നീ ഒരുപക്ഷെ ഒത്തിരി സ്വപ്നം കണ്ട് കുടുംബജീവിതത്തിലോട്ട് പ്രവേശിച്ച് ചിലർക്ക് സ്വപ്നത്തിന് ചേരാത്ത ഒരു ജീവിത പ്രവൃത്തിയാണ് ജീവിത പങ്കാളിയുടേതെന്ന് തിരിച്ചറിഞ്ഞ് ഭാരപ്പെട്ട് ജീവിക്കുന്നവരുണ്ട്. പ്രതീക്ഷിച്ച പോലെയൊന്നും അല്ല ജീവിതം മുന്നോട്ട് നീങ്ങുന്നത്, വല്ലാണ്ട് ഭാരം. സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഒരുപക്ഷെ നീ ചെയ്യാത്ത തെറ്റിന് നിനക്കെതിരെ കേസ് കൊടുത്തവരുണ്ട്. നീ ചെയ്യാത്ത തെറ്റിന് നിന്റെ കുടുംബത്തിനെതിരെ കേസ് കൊടുത്തവരുണ്ടാവും. നിന്റെ ജീവിതത്തിൽ മനസാ വാച നീ അറിയാത്ത കാര്യത്തിന് നിന്നെ നാട്ടുകാർ കളിയാക്കുന്നുണ്ടാവും. മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു പരിഹാസമാക്കി പാത്രമാക്കി നിർത്തുന്നുണ്ടാവും. ആ സംഭവങ്ങളെല്ലാം ഈശോയ്ക്ക് കൊടുത്ത് പ്രാർത്ഥിക്കുക. നമ്മൾ ആ സംഭവങ്ങൾ ഓർക്കുമ്പോൾ ചില വ്യക്തികളുടെ മുഖങ്ങളും കൂടെ മനസ്സിൽ തെളിഞ്ഞു വരാം. നിന്നെക്കുറിച്ച് ഇല്ലാ കഥകൾ പറഞ്ഞ് നിന്നെ അവഗണിച്ചൊറ്റപ്പെടുത്തിയ അനേകരുടെ മുഖം മനസ്സിൽ തെളിഞ്ഞു വരാം.
ചില പ്രവർത്തികളിലൂടെ നിന്റെ ജീവിതത്തിൽ സങ്കടം നിനക്കുണ്ടാവും. അത്രമേൽ സ്നേഹിച്ച ഒരാൾ നിന്നെ ചതിച്ചു, ചിന്തിച്ചില്ല, പക്ഷേ അങ്ങനെ സംഭവിച്ചു. ചതിയിൽ അനുഭവപ്പെടുന്ന എല്ലാ വേദനയും ഞെരുക്കവും നിന്റെ ഉള്ളിലുണ്ടല്ലോ, സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഒരു പക്ഷേ നിന്റെ വീട്ടിൽ തന്നെ ചില പ്രവർത്തികളോട് ബന്ധപ്പെട്ട് നിന്നെ അവര് എല്ലാ മേഖലകളിലും ഒഴിവാക്കിയിട്ടുണ്ടാവും, നിന്നെ എല്ലാ കാര്യങ്ങളും ഒഴിവാക്കിയിട്ടുണ്ടാവും. നിനക്ക് ലഭിക്കേണ്ട നന്മയും സന്തോഷവും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവും. ഒരുപക്ഷെ നീ നിന്റെ കുടുംബത്തിന് വേണ്ടി അത്രമേൽ അധ്വാനിച്ചിട്ടും നിന്നെ ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ടുണ്ടാവില്ല. ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരും ശ്രദ്ധിക്കുക, എൻ്റെ ജീവിതത്തിൽ എന്താണ് എൻ്റെ സങ്കടം? ആ സങ്കടം കർത്താവേ നിന്റെ തിരുമുമ്പിൽ ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോ വ്യക്തിയും ആ മേഖലകൾ പറഞ്ഞ് പ്രാർത്ഥിക്കുക. ഇത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരു സഹോദരിയെ കർത്താവ് അനുഗ്രഹിക്കുന്നു. ആ സഹോദരി കുടുംബത്തിൽ ഭർത്താവിന്റെ അമ്മ, അമ്മായിയമ്മ എന്ന് പറഞ്ഞാൽ സ്വന്തം അമ്മയായി സ്നേഹിച്ച് ഒത്തിരി ശുശ്രൂഷിച്ചതാണ് അമ്മ. എന്നാൽ ഒരു വാക്കുകൊണ്ട് പോലും കിടപ്പിലായിരുന്ന ആ അമ്മ ഒന്ന് തിരിച്ചൊരു നന്ദി വാക്ക് പറഞ്ഞില്ലല്ലോ എന്ന് വിഷമിക്കുന്ന സഹോദരി, നീ ചെയ്ത പ്രവൃത്തി അനുഗ്രഹത്തിന്റെ പ്രവൃത്തിയാണ്. തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കണ്ട, തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കണ്ട. ഈശോ പഠിപ്പിച്ച പ്രവൃത്തിയാണ് നീ ചെയ്തത്. അതുകൊണ്ട് ആ സംഭവം, ആ ശുശ്രൂഷ നിന്റെ തലമുറയ്ക്ക് ഒരു അനുഗ്രഹമാണ്. വിശ്വസിച്ച് പ്രാർത്ഥിക്കൂ, ഏറ്റെടുത്ത് പ്രാർത്ഥിക്കൂ, ഏറ്റെടുത്ത് പ്രാർത്ഥിക്കൂ. ഒരുമിച്ച് വർഷങ്ങളോളം ഒരേ ബിസിനസ് ചെയ്ത് കൂടെയുള്ള വ്യക്തി ചതിച്ചു, സാമ്പത്തികമായിട്ട് വൻ നഷ്ടം, ചീത്തപ്പേര്, അങ്ങനെ വിഷമിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു സഹോദരൻ. എന്നാലും എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചല്ലോ എന്നാണ് ആ വ്യക്തി ചിന്തിക്കുന്നത്. ഈശോ പറയുന്നു, വിഷമിക്കേണ്ട, വിഷമിക്കേണ്ട. ദൈവം അനുവദിക്കാതെ നിനക്കൊന്നും സംഭവിച്ചിട്ടില്ല. നിനക്ക് നഷ്ടപ്പെട്ട പേര്, നിനക്ക് നഷ്ടപ്പെട്ട ജീവിതത്തിന്റെ ആരോഗ്യം ദൈവം നിനക്ക് തിരിച്ചു തരും, ദൈവം നിനക്ക് തിരിച്ചു തരും. നീ വിശ്വസിക്കൂ, നീ വിശ്വസിക്കൂ. നിന്റെ ജീവിതത്തിലെ ഓരോ അനുഭവങ്ങളും ഈശോയുടെ മുമ്പിൽ സമർപ്പിക്കുകയാണ്. കർത്താവ് ആ മേഖലകളെ വിശുദ്ധീകരിക്കും, അത് അനുഗ്രഹമാക്കി മാറ്റും, അനുഗ്രഹമാക്കി മാറ്റും. സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. കർത്താവെ, ഞാൻ അനുഭവിച്ച ഓരോ അനുഭവങ്ങളും പഴയ നിയമത്തിലെ ജോസഫിന്റെ വാക്കുകൾ മനസ്സിലോർത്തോണം. ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായം 20-ാം തിരുവചനം, നിങ്ങൾ എനിക്ക് തിന്മ ചെയ്തു, പക്ഷേ സ്വർഗത്തിലെ ദൈവം അതെനിക്ക് നന്മയാക്കി മാറ്റി, അതെനിക്ക് നന്മയാക്കി മാറ്റി. ഓ കർത്താവ്, ഞാൻ വിശ്വസിക്കുന്നു. എനിക്കുണ്ടായ എല്ലാ പരിഹാസവും, നിന്ദനവും, ഒറ്റപ്പെടലും, കണ്ണുനീരും, അവഗണനയും എല്ലാം 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 എനിക്ക് അനുഗ്രഹമാക്കി മാറ്റിയവനെ രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നീ ഏറ്റെടുക്കുകയാണ്. യെസ് യെസ്, നിനക്ക് വേണ്ടി, നിനക്ക് വേണ്ടി ഈശോ പ്രവർത്തിക്കും, നിനക്ക് വേണ്ടി ഈശോ പ്രവർത്തിക്കും. വിശ്വസിക്കൂ. സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ, സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ആരാധന 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 ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഓൺലൈനൊക്കെ പങ്കെടുക്കുന്നവർ നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ മുമ്പിൽ ഒന്ന് മുട്ടുകുത്തിക്കോളൂ. എന്നിട്ട് ആ നിൽക്കുന്ന വ്യക്തിയുടെ കൈ നിന്റെ ശിരസിൽ വെച്ച് പ്രാർത്ഥിക്കുക. മുട്ടുകുത്തിയ സഹോദര സഹോദരി, നീ ചിന്തിക്കണം, നിന്റെ ജീവിതത്തിൽ തിന്മയ്ക്ക് തിന്മ, നിന്ദനത്തിന് നിന്ദനം നീ കൊടുത്ത് നിനക്ക് ലഭിച്ച ദൈവവിളി നീ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടോ? അനുഗ്രഹം അവകാശമാക്കാൻ വിളിക്കപ്പെട്ട നിന്റെ ജീവിതത്തിൽ ഏതെല്ലാം സാഹചര്യങ്ങളിലാണ് ആ അനുഗ്രഹം നഷ്ടപ്പെടുത്തിയത്? തമ്പുരാന്റെ മുമ്പിൽ ആ മേഖലകൾ സമർപ്പിക്കുക. ഈശോയെ, എനിക്ക് പറ്റിപ്പോയി, ഈശോയെ എനിക്ക് അങ്ങനെ അന്ന് പറ്റിപ്പോയി. ചില അനുഭവങ്ങളുണ്ട്. ഓരോ വ്യക്തിയും ചിന്തിക്കുക. മുട്ടുകുട്ടി പ്രാർത്ഥിക്കുന്ന സഹോദരി സഹോദര, ചിന്തിക്കുക. നിന്റെ ജീവിതത്തിൽ നീ പ്രതികാരം ചെയ്തിട്ട് എന്ത് നേടി? നീ മറ്റുള്ളവരെ നശിപ്പിച്ചിട്ട് നിനക്ക് എന്ത് കിട്ടി? നീ മറ്റുള്ളവരെ കുറിച്ച് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്ത് കിട്ടി? സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. നിൽക്കുന്ന സഹോദര സഹോദരി, നിന്റെ മുമ്പിൽ മുട്ടുകുത്തിയ വ്യക്തിക്ക് വേണ്ടി നീ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. തിന്മയ്ക്ക് തിന്മയോ നിന്ദനത്തിന് നിന്ദനമോ പകരം കൊടുക്കാതെ അനുഗ്രഹിക്കുവിൻ. നിൽക്കുന്ന ഓരോരുത്തരും രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് നിങ്ങളുടെ മുമ്പിലുള്ള വ്യക്തിക്ക് വേണ്ടി ഒന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചേ.
നിൽക്കുന്ന ഓരോരുത്തരും രണ്ട് കരങ്ങൾ ശിരസിലേക്ക് ഉയർത്തിപ്പിടിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. മുട്ടുകുത്തിയ സഹോദര സഹോദരി, മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കുക. നീ ആരെയെങ്കിലും വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, നിന്റെ ജീവിതത്തിൽ ആരെയെങ്കിലും സങ്കടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, നീ ഏതെങ്കിലും കുടുംബത്തിനെതിരെ കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ, വ്യക്തിയെ നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ആ മേഖലകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. നിൽക്കുന്ന ഓരോരുത്തരും കരങ്ങൾ ഉയർത്തിപ്പിടിച്ച്, ദൈവമേ ഈ വ്യക്തിയെ അനുഗ്രഹിക്കുന്നു, എന്റെ ജീവിതത്തിൽ എന്നെ വിഷമിപ്പിച്ച ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്നു, സ്നേഹം കൊണ്ട് നിറയ്ക്കണമേ. സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഈശോയെ ഞങ്ങളിതാ ക്ഷമിച്ച് പ്രാർത്ഥിക്കുന്നു. നീ മാത്രം സഹായകൻ, നീ മാത്രമിൻ സഹായം. യേശുവേ നീ മാത്രം സഹായകൻ, പ്രാർത്ഥിക്കുന്ന നിൽക്കുന്ന ഓരോരുത്തരും ക്ഷമിക്കുകയും പൊറുക്കുകയും ചെയ്തതിന്റെ അടയാളം പോലെ, മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരും മാപ്പ് ചോദിക്കുന്നതിന്റെ അടയാളം പോലെ കർത്താവെ ഇതാ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കൃപ ഈ വ്യക്തിയിൽ നിറയപ്പെടട്ടെ. നിൽക്കുന്ന സഹോദര സഹോദരി, നിന്റെ മുമ്പിൽ പ്രാർത്ഥിക്കുന്ന ആ വ്യക്തിയെ ഒന്ന് പിടിച്ചെഴുന്നേൽപ്പിച്ചോളൂ. കർത്താവിന്റെ കരുണ ആ വ്യക്തിയിൽ നിറയട്ടെ. അതിനുശേഷം എഴുന്നേറ്റ് നിന്ന വ്യക്തി ഒന്ന് മുട്ടുകുത്തിക്കേ. നേരത്തെ മുട്ടുകുത്തിയവരൊന്ന് എഴുന്നേറ്റേ. കർത്താവിന്റെ മുമ്പിലല്ലേ നമ്മൾ മുട്ടുകുത്തിയിരിക്കുന്നത്? സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. നിൽക്കുന്ന ഓരോരുത്തരും മുട്ടുകുത്തിയ വ്യക്തിയുടെ ശിരസിൽ നിന്റെ കരമൊന്ന് കമഴ്ത്തി വെച്ച് ഒന്ന് സമർപ്പിച്ചൊന്ന് പ്രാർത്ഥിച്ച്, കർത്താവെ ഈ വ്യക്തിയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നിന്റെ ജീവിതത്തിൽ പല പല അനുഭവങ്ങൾ നിനക്കുണ്ടായിട്ടുണ്ട്. ആ അനുഭവങ്ങളെല്ലാം ഇതാ ഈശോയുടെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മുട്ടുകുത്തിയ സഹോദര സഹോദരി, മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കുക. നിന്റെ ജീവിതത്തിൽ വാക്കുകൊണ്ടും ചിന്ത കൊണ്ടും നിനക്ക് പലപ്പോഴും അനേക തരത്തിലുള്ള വിഷമങ്ങൾ മറ്റുള്ളവർക്ക് സമ്മാനിച്ചിട്ടുണ്ട്. നീ ഏതെങ്കിലും വ്യക്തികളെ നശിപ്പിക്കുന്ന പ്രവൃത്തിയിൽ ഏർപ്പെട്ടിട്ടുണ്ടോ? ആരുടെയെങ്കിലും മരണത്തിന് കാരണമായിട്ടുണ്ടോ? ആരെയെങ്കിലും നീ ദ്രോഹിച്ചിട്ടുണ്ടോ? മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കുക. നിന്റെ കുടുംബത്തിൽ സമാധാനം തകർക്കുന്ന പ്രവൃത്തിയിൽ നീ ഏർപ്പെട്ടിട്ടുണ്ടോ? മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കുക. നിൽക്കുന്ന ഓരോരുത്തരും രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് ഈ മുമ്പിൽ നിൽക്കുന്ന മുട്ടുകുത്തിയ വ്യക്തിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കട്ടെ. ഓ ദൈവമേ, ഈ വ്യക്തിയുടെ മേൽ അഭിഷേകം നിറയട്ടെ. യേശുവേ യേശുവേ യേശുവേ, കണ്ണുനീരോടെ പ്രാർത്ഥിക്കട്ടെ. യേശുവേ യേശുവേ, നീ മാത്രം, നീ മാത്രമിൻ സഹായം. യേശുവേ നീ മാത്രം. ഓ കർത്താവേ, നിന്റെ ശക്തിയും ബലവും ഞങ്ങളുടെ ഓരോരുത്തരുടെ മേലും വെളിപ്പെടട്ടെ. നിൽക്കുന്ന ഓരോരുത്തരും മാപ്പ് ചോദിച്ച് ഈ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയം മുട്ടുകുത്തി ഓരോരുത്തരും തമ്പുരാന്റെ പക്കൽ എഴുന്നേൽക്കുമ്പോൾ നിൽക്കുന്നവര് അവരെ പിടിച്ചെഴുന്നേൽപ്പിച്ചോളൂ. സാധിക്കുമെങ്കിൽ അവരുടെ നെറ്റിയിൽ ഒരു കുരിശടയാളം വരച്ചൊന്ന് അനുഗ്രഹിക്കുക. പരസ്പരം കർത്താവിന്റെ കുരിശിനാൽ ഈ വ്യക്തി അനുഗ്രഹിക്കപ്പെടട്ടെ. ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു പുത്തൻ അഭിഷേകം നിറയപ്പെടട്ടെ. അൾത്താരയിലേക്ക് തിരിഞ്ഞു നിന്നേ, കരങ്ങൾ കൂപ്പിക്കേ. ഒരു പക്ഷേ നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും പ്രതികാര ചിന്തയോടെ ജീവിക്കുന്നവരുണ്ടോ? അവരെ ഒന്ന് ഓർത്തേ. നമ്മുടെ വീട്ടിൽ ചിലരുണ്ടാവും, ചില കാര്യങ്ങൾ ക്ഷമിക്കാതെ അവരിങ്ങനെ പ്രതികാര ചിന്തയോടുകൂടെ ജീവിക്കുന്നു. കർത്താവേ, ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഞങ്ങളുടെ വീട്ടിലേക്ക് ഒരു അഭിഷേകം കടന്നു ചെല്ലണം. ഞങ്ങളുടെ കുടുംബത്തിൽ അപ്രകാരമുള്ള ഓരോരുത്തരെയും കർത്താവ് വിശുദ്ധീകരിക്കണം. എൻ്റെ വീട്ടിൽ കർത്താവിൻ്റെ അഭിഷേകം നിറയണം. ഈശോയെ ഞങ്ങൾ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അപ്രകാരമുള്ള ഓരോ വ്യക്തിയിലും കർത്താവിന്റെ സ്നേഹം നിറയട്ടെ, വിശുദ്ധീകരിക്കട്ടെ. ആ വലിയ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് മുട്ടുകുത്താം. കരങ്ങൾ കൂപ്പിക്കെ പ്രാർത്ഥിക്കുക. ഈശോയുടെ അതിശക്തമായ കൃപ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ സംഭവിക്കപ്പെടട്ടെ. പ്രാർത്ഥനയോടെ ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. ആരാധന ആരാധന യേശുവേ ആരാധന.
പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നും ഇന്നും അങ്ങേയ്ക്കാരാധന.